ഹായ് ഗൈസ്, ഞാൻ ബി എസ് എൻ എല്ലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വ്യൂസും ലൈക്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക എൻ്റെ ഏരിയയിൽ ബി എസ് എൻ എൽ ഉണ്ടോ എന്ന്? പോർട്ട് ചെയ്യേണ്ട മുമ്പ് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എൻ്റെ ഏരിയയിൽ ബി എസ് എൻ എല്ലിൻ്റെ 4G നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ, എത്ര സ്പീഡ് കിട്ടുന്നുണ്ട്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൻ്റെ പേരാണ് ഓപ്പൺ സിഗ്നൽ. ഓപ്പൺ സിഗ്നൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആവും കാണാം. ഇവിടെ ലൊക്കേഷൻ്റെ ഒരു സിമ്പിൾ കാണാണ്ടല്ലോ. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ആക്കി വെക്കണം. എന്നിട്ട് ഈ ലൊക്കേഷൻ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏരിയ ഇവിടെ കാണിക്കും. ഏരിയ കാണിക്കുമ്പോൾ സൂം ആക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയ കാണിക്കും. ഓൾ ഓപ്പറേറ്റേഴ്സിൽ പോയിട്ട് ഇവിടെ ബി എസ് എൻ എൽ സെലക്ട് ചെയ്യുക. ബി എസ് എൻ എൽ സെലക്ട് ചെയ്തിട്ട് 2G ഓഫ് ചെയ്യുക, 5G ഓഫ് ചെയ്യുക. ഓക്കെ, ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് നോക്കുക. വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇപ്പം എൻ്റെ ഏരിയയിൽ എയർടെലിന് 15.13 Mbps ആണ് കിട്ടുന്നത്. ബി എസ് എൻ എല്ലിൽ 7.10, ജിയോയിൽ 21.73, വോഡോഫോണിൽ 18.73, അപ്ലോഡ് സ്പീഡ് 3.51, 2.78 ആണ് കിട്ടുന്നത്. ഇങ്ങനെ കാണിക്കേണ്ടത്. അതേമാതിരി സൈഡിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ലൈറ്റൻസി എത്രയാണ് കിട്ടുന്നത്, സിഗ്നൽ സ്ട്രെങ്ത് എത്രയാണ് കിട്ടുന്നത്, അതൊക്കെ അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഏരിയയിൽ ഇവിടെ എനിക്ക് 7.10 Mbps ആണ് കിട്ടുന്നത്. എനിക്ക് ഡീസൻ്റായ ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഏരിയയിൽ 4G നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ബി എസ് എൻ എൽ സിം മേടിക്കേണ്ടപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സ്പീഡ് കിട്ടുന്നുണ്ട്, 4G കിട്ടുകയാണെന്ന് വെച്ചാൽ എത്ര സ്പീഡ് കിട്ടുന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയിട്ട് പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്